ബാലിയിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇന്നേ ദിവസം നാം നീങ്ങുന്നത്. അതിരാവിലെ J4 ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ട് ബസ്സിൽ ഇപ്പോൾ ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ ഉബുദ് പാലസും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് മാളും ഒപ്പം വോൾക്കാനോയും കാണുകയാണ് ഇന്നത്തെ നമ്മുടെ ടൂറിൻ്റെ ഡെസ്റ്റിനേഷൻസ്. അങ്ങനെ അതിരാവിലെ J4 ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ട് ബസ്സിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇപ്പോൾ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയുള്ള അതിമനോഹരമായ യാത്രയാണ് ഈ യാത്ര. കാരണം അത്രയേറെ വികസിക്കാത്ത റോഡുകളും വികസിക്കാത്ത ഗ്രാമങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഏതോ ഒരു തമിഴ്നാട്ടിലെ ഒരു സാധാരണ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന അതേ പ്രതീതിയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലേക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തരിക. പഴയ കെട്ടിടങ്ങളും പഴയ സാഹചര്യങ്ങളും അത്രയേറെ വളർച്ച പ്രാപിക്കാത്ത പുരോഗതി പ്രാപിക്കാത്ത ഗ്രാമങ്ങളും ഗ്രാമക്കാഴ്ചകളുമൊക്കെയാണ് നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. കേരളത്തിലിരുന്നപോലെ ധാരാളമായി വിളഞ്ഞു നിൽക്കുന്ന തെങ്ങും വാഴകളും നെൽപ്പാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വോൾക്കാനോ വളരെ ആക്റ്റീവായി തന്നെ ഇന്തോനേഷ്യയിൽ ഉള്ളതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ വോൾക്കാനോ പുറപ്പെടുവിക്കുന്ന ചാരവും മറ്റും ഇവിടെയുള്ള ഭൂമിയെ ഫലപുഷ്ടമാക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവിടെയുള്ള മണ്ണാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചകം. കറുത്ത മണ്ണാണ് ഇവിടുത്തെ ഫലവിഭൂഷ്ടമായ മണ്ണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിളയുന്ന നെല്ലാണെങ്കിലും വാഴയാണെങ്കിലും വളരെയേറെ ഹെൽത്തി ആയിട്ടാണ് വളരുന്നത്. അത് നമുക്ക് ഇവിടുത്തെ പാടങ്ങളിൽ നിന്നും കാണാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നാം ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ ഞാൻ ഇന്നത്തെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനമായ ഉബുദ് പാലസിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉബുദ് കൊട്ടാരം ഇന്തോനേഷ്യയിലെ ബാലിയിലുള്ള ഉബുദ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണ്. ഇത് ഉബുദിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. കൂടാതെ കലയുടെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രം കൂടി ആയിരുന്നു. ഉബുദ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തിൻ്റെ മുൻവശത്തുള്ള വലിയ പ്രദേശം സായാഹ്നങ്ങളിൽ രാജകുടുംബത്തിനും രാജകുടുംബത്തോട് ബന്ധപ്പെട്ട പ്രഭുക്കന്മാർക്കും ഒത്തുചേരാനുള്ള ഒരു ഭാഗം കൂടിയായിരുന്നു. ഈ സായാഹ്നങ്ങളിലെ ഒത്തുചേരലിൽ രാജകുടുംബത്തിലെ അംഗങ്ങൾക്കൊപ്പം ഇവിടെയുള്ള പ്രഭുക്കന്മാരും പങ്കെടുക്കുകയും വിവിധ കലാപരിപാടികൾ ഈ വിശാലമായ പ്രദേശത്ത് അവർ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ആഴ്ചയിലൊരിക്കൽ നൃത്ത പരിപാടികളും എല്ലാ ദിവസവും വിവിധ സംഗീത ഗ്രൂപ്പുകളുടെ ഗമാലൻ പരിശീലനവും നടക്കുന്നു. കൊട്ടാരത്തിലെ പരിപാടികൾ ഉബുദിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാ ദിവസവും നിരവധി വിനോദസഞ്ചാരികളാണ് ഈ കൊട്ടാരം സന്ദർശിക്കാനായി ഇവിടെ എത്തുന്നത്. കൊട്ടാരം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. കൂടാതെ കല, സംസ്കാരം, പാരമ്പര്യം എന്നിവയുടെ കാര്യത്തിൽ ഒരു പ്രധാന പങ്കും വഹിക്കുന്നു. കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ നാം വലിയൊരു സ്ട്രക്ചറാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അത്ര വലിയൊരു സ്ട്രക്ചർ ഒന്നുമല്ല ഇവിടുത്തെ ഈ കൊട്ടാരം. ഒരുപക്ഷെ അന്നത്തെ കാലത്തെ ജനങ്ങളുടെ ഒരു വലിയ കൊട്ടാരമായിരുന്നിരിക്കണം ഇത്. പക്ഷേ ഇന്ന് നാം കാണുന്ന പല കൊട്ടാരങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര വലിയ കൊട്ടാരമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ ഇവിടെയുള്ള ആഡംബരങ്ങളും നന്നേ കുറവാണ്. കാരണം ഇതൊക്കെ ഒരു കാലത്തിൻ്റെ പ്രതീകമായിരുന്നു. അതുകൊണ്ട് തന്നെ
കൊട്ടാരമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന തിളക്കമാർന്ന ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുകയില്ല. എന്നാലും ഓരോ ദിവസവും ആയിരങ്ങൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണം ആണ് ഈ ഉബുദ് കൊട്ടാരം എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയേറെ യാത്രികരാണ് ഓരോ ദിവസവും ഈ കൊട്ടാരം കാണാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ച് ഈ കൊട്ടാരത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഉബുദ് എന്ന ഒരു ഗ്രാമത്തിലാണ്. ഇത് ഇന്തോനേഷ്യൻ ദ്വീപായ ബാലിയിലെ ഒരു പ്രധാന നഗരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗിയാനിയർ റീജൻസിയുടെ മധ്യഭാഗത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അനേകം വയലുകളും കുന്നുകളുമുള്ള ഒരു പ്രദേശം കൂടിയാണിത്. കലയുടെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായാണ് ഈ നഗരം അറിയപ്പെടുന്നതും അറിയപ്പെട്ടിരുന്നതും. വിനോദസഞ്ചാരമാണ് ഈ നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ വ്യവസായം. ഇവിടെയുള്ള ജനങ്ങൾ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചാണ് തങ്ങളുടെ ഉപജീവനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കടകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ അവർ ഒരുക്കിയിടാനും മറന്നിട്ടില്ല. കാരണം ഇവിടെ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ തങ്ങളുടെ ഉപജീവനം നടത്തുന്നത്. ഉബുദ് നഗരത്തിലെ ജനസംഖ്യ ഏതാണ്ട് 30,000 നഗരവും ചുറ്റുമുള്ള 13 ഗ്രാമങ്ങളും വളരെ ഇഴുകിച്ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഗ്രാമവും നഗരവും തമ്മിൽ തിരിച്ചറിയുക നന്നേ പ്രയാസമുള്ള കാര്യമാണ്. നഗരത്തിന് ചുറ്റുമുള്ള ചെറിയ പ്രദേശങ്ങൾ കൃഷിയിടങ്ങളും നെൽവയലുകളും വനവും കൊണ്ട് സമ്പുഷ്ടമാണ് നിറഞ്ഞിരിക്കുന്നതാണ്. 8-ാം നൂറ്റാണ്ടിലെ ഒരു ഐതിഹ്യത്തിൽ ജാവനീസ് പുരോഹിതൻ റിൻസി മാർക്കണ്ഡേയ കാമ്പുവാനിലെ ഉബുദ് പ്രദേശത്ത് 2 നദികളുടെ സംഗമസ്ഥാനത്ത് ഹിന്ദുക്കളുടെ പുണ്യസ്ഥാനം ധ്യാനനിരതനായിരുന്നു എന്നൊരു ഐതിഹ്യവും ചരിത്രവും ഇവിടെയുണ്ട്. ഇവിടെ താഴ്വാരത്ത് ഗുങ്കുങ് ലേബ ക്ഷേത്രം അദ്ദേഹം സ്ഥാപിച്ചു. ഈ സ്ഥലം പിന്നീട് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ് ഉണ്ടായത്. ഔഷധ സസ്യങ്ങളുടെയും ചെടികളുടെയും ഉറവിടമായിട്ടായിരുന്നു ഈ നഗരം പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഉബുദ് നഗരനാമം ഉബുദ് ബാലിയിൽ മരുന്ന് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഗിയാനിയർ രാജാവിന് വിധേയത്വം വഹിച്ചിരുന്ന ഫ്യൂഡൽ പ്രഭുക്കളുടെ സ്ഥാനമായിരുന്നു ഉബുദ്. ഒരു സമയത്ത് ബാലിയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ശക്തമായ പ്രവിശ്യയായിരുന്നു ഈ ഉബുദ് നഗരം. സുക്കാവാട്ടയിലെ ബാലിനീസ് ക്ഷത്രിയ ജനതയിൽപ്പെട്ട അംഗങ്ങളായിരുന്നു ഇവിടുത്തെ പ്രമാണിമാർ. ഗ്രാമത്തിലെ ശ്രദ്ധേയമായ കലകളെ ഇവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. റഷ്യയിൽ ജനിച്ച ജർമ്മൻകാരനായ വാൾട്ടർ സ്പൈസ് ഇവിടെ എത്തിയതോടെയാണ് ഇവിടുത്തെ വിനോദസഞ്ചാര വ്യവസായം പുഷ്ടിപ്പെടുന്നത്. അദ്ദേഹം ചിത്രകല അഭ്യസിക്കുകയും നൃത്തം പരിശീലിക്കുകയും ചെയ്തു. വാൾട്ടർ സ്പൈസും ചിത്രകാരന്മാരായ വില്യം ഹോപ്കെറും റുഡോൾഫ് ബെനറ്റ് എന്നിവരും ചാർലി ചാപ്ലിൻ, നോയൽ കോവാർഡ്, ബർബറ ഹട്ടൻ, H.G. വെൽസ്, വിക്കി ബോം തുടങ്ങിയ പ്രശസ്തരെ ഇവിടെ വിനോദിപ്പിച്ചിരുന്നു. അവർ ബാലിയിലെ മഹത്തായ ചില കലാകാരന്മാരെ ബാലിനീസ് കലയും പഠിപ്പിക്കാനായി ഇവിടെ കൊണ്ടുവന്നു. ഇത് ഉബുദിനെ ബാലിയുടെ സാംസ്കാരിക തലസ്ഥാനമാക്കി ഉയർത്തുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. 1960-ൽ ഡച്ച് ചിത്രകാരനായ ഐരി സ്മിത്ത് ഇവിടെ എത്തി. ഇത് കലാരംഗത്ത് പുത്തൻ ഉണർവിനും യുവ കലാകാരന്മാരുടെ വികസനത്തിനും കാരണമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. 1960-ന് ശേഷം ബാലിയിൽ വിനോദസഞ്ചാരികളുടെ പ്രവാഹത്തിന് വലിയ ശക്തി ലഭിച്ചു. ഇത് നഗരത്തിൻ്റെ വലിയ വികസനത്തിന് കാരണമായി തീർന്നു.
ഇത് കലാകാരന്മാരുടെ ഒരു കേന്ദ്രമായി നിലകൊള്ളുന്നതിന് ഇത് വലിയ ഊർജം പകരുകയും ചെയ്തു. ഇങ്ങനെ പോകുന്നു ഉബുദ് നഗരത്തിൻ്റെ ചരിത്രം. ഉബുദ് നഗരം ഒരു പുരാതന നഗരമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങളും വളരെയേറെ പഴക്കം ചെന്നതാണ്. എന്നാൽ ഇവിടുത്തെ കലയെയും സംസ്കാരത്തെയും ചരിത്രത്തെയും നിലനിർത്താൻ വേണ്ടി ഈ നഗരങ്ങളെ, ഇവിടെയുള്ള കെട്ടിടങ്ങളെ അങ്ങനെ തന്നെ പരിപാലിക്കാനാണ് ഇവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചതും ഇപ്പോൾ അത് അങ്ങനെ തന്നെ പരിപാലിച്ചുകൊണ്ട് വരുന്നതും. പുരി സെറൻ അഗുങ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊട്ടാരം. ഇത് റയ ഉബുദ് റോഡിൻ്റെയും മങ്കി ഫോറസ്റ്റ് റോഡിൻ്റെയും സംഗമ സ്ഥാനത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഉബുദിലെ അവസാന രാജാവായിരുന്ന ടെജോക്കോർഡ് ജഡെ അഗുങ് സുഖാവതി തൻ്റെ രാജകീയ വസതിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കൊട്ടാരം ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ കയ്യിലാണ്. നൃത്തങ്ങളും ആഘോഷങ്ങളും ഈ കൊട്ടാരമുറ്റത്ത് ഇപ്പോഴും നടത്തപ്പെടുന്നു. ഈ കൊട്ടാരം ഉബുദിലെ ആദ്യത്തെ ഹോട്ടലുകൾ ഒന്നുകൂടിയാണ്. 1930 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഉബുദിൽ അനേക ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. പുര ദസ ഉബുദ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമാണ്. പുര തമൻ സരസ്വതി, പുര ഡാലെം അഗുങ്, കൊടങ്ടൻ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗുനുങ് ടൗവി ക്ഷേത്രം, ഗോവ ഗജ, ഇത് എലിഫന്റ് ഗുഹ എന്നും അറിയപ്പെടുന്നു. ഇവയെല്ലാം ഇവിടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളാണ്. എലിഫന്റ് ഗുഹ വളരെ കിഴക്കാന്തൂക്കായ ഒരു താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഉബുദിൻ്റെ പുറത്ത് ബെഡുലു നഗരത്തിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റമൂശയിൽ വാർത്തെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെണ്ടയായ മൂൺ ഓഫ് പെജങ് പെജങ്കിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 300 BC ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇത് പ്രാദേശിക സംസ്കാരത്തിൽ താല്പര്യമുള്ള വിനോദസഞ്ചാരികളുടെ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഇങ്ങനെ പോകുന്നു ഉബുദ് നഗരത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ വിശേഷങ്ങളും. ഇങ്ങനെ ഉബുദ് നഗരത്തിൻ്റെ ചരിത്രത്തെയും വിശേഷങ്ങളെയും പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് അതിവേഗം പല ഗ്രാമങ്ങളും പല പട്ടണങ്ങളും പല പ്രവിശ്യകളും പല കൃഷിയിടങ്ങളും ഒക്കെ കടന്ന് അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ലക്ഷ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി. ഇങ്ങനെ നാം കടന്നു പോകുമ്പോൾ ധാരാളം യാത്രികരാണ് ഈ ഉബുദ് നഗരത്തെ ലക്ഷ്യമാക്കി ഇവിടേക്ക് നീങ്ങുന്നത്. തദ്ദേശീയരും വിദേശീയരും യൂറോപ്യൻസുമായ ധാരാളം യാത്രികർ, വിവിധ ദേശങ്ങളിലും വിവിധ ഭാഷകളിലും വിവിധ സംസ്കാരങ്ങളിലും നിന്നുള്ളവർ. എല്ലാവരുടെയും ലക്ഷ്യസ്ഥാനം ഒന്ന് മാത്രമാണ്. അത് ഉബുദ് നഗരവും ഉബുദ് കൊട്ടാരവുമാണ്. കലകളെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്നവർ, സഞ്ചാരത്തെ ഇഷ്ടപ്പെടുന്നവർ, വിവിധ രാജ്യങ്ങൾ കാണാനും അതിലെ സംസ്കാരത്തെ പറ്റി പഠിക്കാനും അവിടെയുള്ള ജനങ്ങളെ നിരീക്ഷിക്കുവാനും അവരുടെ കലയും സംസ്കാരവും ആചാരങ്ങളും ഒക്കെ പഠിക്കുവാനും നിരീക്ഷിക്കാനുമായി താല്പര്യമുള്ള ധാരാളം സഞ്ചാരികൾ ഇവിടെ തനിച്ചും ഗ്രൂപ്പായും ഒക്കെ എത്താറുണ്ട്. അനേക ദിവസങ്ങൾ തന്നെ ഇവിടെ താമസിച്ച് ഇവിടുത്തെ ജനങ്ങളോട് ഇടപഴകി ഇവിടുത്തെ കലയെയും സംസ്കാരത്തെയും പറ്റി ആഴത്തിൽ പഠിക്കുന്ന അനേകം യാത്രികരെയും പണ്ഡിതന്മാരെയും നമുക്കിവിടെ ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വസിക്കുകയും ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും ആചാരങ്ങളും സംസ്കാരങ്ങളും കലയും ഒക്കെ അടുത്തറിയുകയും ചെയ്യുന്ന ധാരാളം യൂറോപ്യൻസിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലെങ്കിലും ബാലി എന്നത് യൂറോപ്യൻസിൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. കാരണം യൂറോപ്പിൽ മഞ്ഞുകാലം തുടങ്ങുമ്പോൾ ബാലിയിൽ ഉള്ള നല്ല കാലാവസ്ഥ തന്നെയാണ് യൂറോപ്യൻസിനെ ഈ ബാലിയിലേക്ക് ആകർഷിക്കുന്നത്. ഇങ്ങനെ നാം ബസ്സിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുമ്പോൾ ബസ് മനോഹരമായ കൃഷിയിടങ്ങളിലൂടെ ആണ്
മുന്നോട്ട് നീങ്ങുന്നത്. ഫലസമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. കാരണം ഇവിടുത്തെ നെൽവയലുകളും വളരെ കുറച്ച് മാത്രം ലഭിക്കുന്ന മഴയും നല്ല കാലാവസ്ഥയും ഒക്കെയാണ് നെൽവയലുകളെ ഫലസമൃദ്ധമായി വിളയാൻ ഇവിടെ സഹായിക്കുന്നത്. ധാരാളം നെൽപ്പാടങ്ങൾ നാം കടന്നു പോകുന്ന വഴിയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് നാം ബസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ബസ് അതിവേഗം മുന്നോട്ട് നീങ്ങി പല പുരാതന കെട്ടിടങ്ങളും പല പുരാതന നിർമ്മിതികളും പല പുരാതന നഗരങ്ങളെയും ഒക്കെ പിന്നിട്ട് കൊട്ടാരത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിക്കുമ്പോൾ പല വിചിത്രമായ കെട്ടിടങ്ങളും പല വിചിത്രമായ നിർമ്മിതികളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുന്നു. എല്ലാം ഇവിടെ നിലനിന്നിരുന്ന സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു കാലത്ത് അത്രയധികം സാംസ്കാരികമായി മുന്നിട്ട് നിന്നിരുന്ന ഒരു നഗരമായിരുന്നു ഇത്. അങ്ങനെ നാം സഞ്ചരിച്ച് ഇപ്പോൾ ഉബുദ് പാലസിൻ്റെ പ്രധാന കവാടത്തിലെത്തുകയും ബസ്സിൽ നിന്നിറങ്ങി ഉബുദ് പാലസിൻ്റെ പ്രധാന കവാടവും പിന്നിട്ട് നാം ഉബുദ് പാലസിലേക്ക് കടക്കുമ്പോൾ ധാരാളം യാത്രികരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. കാരണം അത്രയേറെ ബാലിയെ ഇഷ്ടപ്പെടുന്ന, ബാലിയിൽ സഞ്ചരിക്കുന്ന യാത്രികർക്ക് ഇഷ്ടസങ്കേതമാണ് ഈ ഉബുദ് പാലസ് എന്ന് പറയുന്നത്. ഉബുദ് പാലസ് എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു വലിയ രാജകൊട്ടാരമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ നാം ഇവിടെ സഞ്ചരിച്ച് എത്തുമ്പോൾ നമുക്ക് അത്രയേറെ വലുതല്ലാത്ത ഒരു കൊച്ചു കൊട്ടാരമാണ് കാണാൻ സാധിക്കുക. കലയുടെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായിരുന്ന ഒരു പ്രദേശം. ഇവിടെ ഇന്നും നൃത്ത പരിപാടികളുടെ പരിശീലനം നടക്കുന്നതാണ് നമ്മെ ഏറെ ആകർഷിക്കുന്നത്. ഒരു കാലത്ത് കലയുടെയും സംസ്കാരത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ആസ്ഥാന കേന്ദ്രമായിരുന്ന ഒരു രാജകൊട്ടാരത്തിൻ്റെ അങ്കണം ഇന്നും ആ പാരമ്പര്യം നിലനിർത്തി ഇവിടെ ഇന്നും കുട്ടികളെ കലയും നൃത്തവും ഒക്കെ അഭ്യസിപ്പിക്കുന്നു എന്നത് തന്നെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ ഇവിടുത്തെ ഈ മനോഹരമായ രാജകൊട്ടാരം കണ്ടതിന് ശേഷം സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് അടുത്ത ലക്ഷ്യമായ വോൾക്കാനോ കാണാനായി. ഒപ്പം ഉച്ചഭക്ഷണവും കഴിക്കണം.